ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ കാൽവരിയിലേക്ക് യാത്രയാക്കിയത് ആരാന്നറിയാമോ? പരിശുദ്ധ അമ്മയാണ്. എവിടെ വെച്ച്? കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച്. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് ഈശോ അമ്മയോട് ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് സമയം കുരിശു മരണത്തിൻ്റെ സമയമാണ്, അവൻ്റെ മഹത്വീകരണത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, അമ്മേ, ഞാൻ മരിക്കാനുള്ള സമയം ഇനിയും ആയിട്ടില്ല. ഞാൻ ഈ അത്ഭുതം ചെയ്താൽ അത് എൻ്റെ മരണത്തിൻ്റെ ആരംഭമായിരിക്കും. ഞാൻ നടന്നു കയറാൻ പോകുന്നത് കാൽവരിയിലേക്കും കുരിശിലേക്കുമായിരിക്കും. ഇനി അമ്മ പറ, ഞാൻ മരിക്കണോ വേണ്ടയോ? അമ്മ പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. എന്താണ് കന്യകാമറിയം പറഞ്ഞത്? കുഞ്ഞേ, നിന്റെ മരണം കൊണ്ട് ഇവർക്ക് വീഞ്ഞു കിട്ടുമെങ്കിൽ, ഒരുപാട് പേർക്ക് ദൈവാനുഗ്രഹത്തിന് അത് കാരണമാകുമെങ്കിൽ, മനുഷ്യകുലത്തിന് രക്ഷയ്ക്ക് അത് കാരണമാകുമെങ്കിൽ, കുഞ്ഞേ, നീ മരിച്ചോ എന്ന് പറഞ്ഞ് സ്വന്തം മകനെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു പരിശുദ്ധ അമ്മ ചെയ്തത്. പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ ഈ ദിവസം നമുക്ക് പ്രത്യേകമായി വൈദികരെയും കന്യാസ്ത്രീകളെയും സ്മരിക്കാം. വൈദികരുടെയും കന്യാസ്ത്രീ അമ്മമാരുടെയും ഒക്കെ മാതാപിതാക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ മുഖമുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? 15 വയസ്സ് കഴിയുമ്പോൾ അവർ ചെന്ന് അവരുടെ മാതാപിതാക്കളോട് ചോദിക്കും, അപ്പാ, അമ്മേ, ഞാൻ സെമിനാരിയിൽ ചേർന്നോട്ടെ, മഠത്തിൽ ചേർന്നോട്ടെ എന്ന്. അവർ ചോദിക്കുന്നത് എന്തെന്നറിയാമോ? അപ്പാ, അമ്മേ, ഞാൻ മരിച്ചോട്ടെ എന്നു തന്നെയാണ്. ചില മാതാപിതാക്കൾ അരുതു മക്കളെ, നിങ്ങളെ ഞങ്ങളുടെ കൂടെ വേണമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോൾ ചില മാതാപിതാക്കൾ, കുഞ്ഞെ, നീ മരിച്ചോ, നിൻ്റെ മരണം വഴി കുറേ പേർക്ക് വചനം കിട്ടുമെങ്കിൽ, കുറേ പേർക്ക് കുർബാന കിട്ടുമെങ്കിൽ, കുറേ പേർക്ക് പാപമോചനം കിട്ടുമെങ്കിൽ, മരിച്ചോ എന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ മരണത്തിലേക്ക് തള്ളിവിട്ട മാതാപിതാക്കൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പുരോഹിതരെയും സന്യാസിനികളെയും ഒക്കെ ലഭിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, പുരോഹിതരെയും സന്യാസിനികളെയും നിൻ്റെ ഹൃദയത്തിൽ നീ സൂക്ഷിക്കണമേ എന്ന്. ആമേൻ.